Audio Jungle. നമസ്കാരം. BBC പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അധ്യാപകരും ജീവനക്കാരും തൊടുപുഴയിൽ നടത്തിയ പണിമുടക്ക് സംഘർഷം. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പണിമുടക്കിയ സംഘടനകളും NGO അസോസിയേഷനും തമ്മിലാണ് സംഘർഷമുണ്ടായത്. നെല്ലിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ 94 ഭാഗത്ത് പുഴയോർത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതിനാൽ ജീവന് ഭീഷണിയെന്ന് ജനങ്ങൾ. മന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാണിയുടെ കോലം കത്തിച്ചു. മുട്ടം ശാന്താൾ ജ്യോതി സ്കൂളിൽ നടക്കുന്ന 4ാമത് മദർ ശാന്താൾ ട്രോഫി ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ മുട്ടം ശാന്താൾ ജ്യോതി ഫൈനലിൽ. ഗവിയിൽ കാട്ടാനകളുടെ ആക്രമണം. ഗുജറാത്ത് ദമ്പതികൾ ആനകളുടെ കുത്തേറ്റ് മരിച്ചു. വാർത്തകൾ വിശദമായി. ഇടത് BJP അനുകൂല സർവീസ് സംഘടനകളിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി. പണിമുടക്കിനോടനുബന്ധിച്ച് തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി. ശമ്പള പരിഷ്കരണം 2014 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ നടപ്പിലാക്കുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക, അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക, തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തിയത്. വിവിധ സംഘടനാ നേതാക്കളായ TM ഹാജറ, A സുരേഷ് കുമാർ, AL ചന്ദ്രബാബു, D ബിനിൽ, S സുനിൽകുമാർ, PP സൂര്യകുമാർ, PM ഫിറോസ്, CS മഹേഷ്, R ബിജിമോൻ, KK പ്രസുഭകുമാർ, VB സന്ധ്യ, TG രാജീവ്, TK സോമൻ കുഞ്ഞ്, PM റഫീഖ്, TS ജുനൈദ്, നീന ഭാസ്കരൻ, KS ജാഫർ ഖാൻ, VB വിനയൻ, TM സുബൈർ തുടങ്ങിയവർ പ്രസംഗിച്ചു. അതേസമയം പണിമുടക്ക് ജീവനക്കാർ തള്ളിക്കളഞ്ഞതായി NGO അസോസിയേഷൻ പ്രസ്താവിച്ചു. തൊടുപുഴയിൽ മുഴുവൻ സർക്കാർ ഓഫീസുകളും തുറന്നു പ്രവർത്തിച്ചതായും താലൂക്ക് ഓഫീസിൽ 70% ഹാജർ രേഖപ്പെടുത്തിയതായും ഇവർ പറഞ്ഞു. തൊടുപുഴ സഹകരണ ഭവനിൽ മുഴുവൻ ജീവനക്കാരും ജോലിക്കെത്തിയിരുന്നു. അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ചർച്ചകളും ഉയർത്തിക്കൊണ്ടുവരുവാനും കേരളത്തിൽ ഇന്ന് നമ്മൾ നേടിയെടുക്കുന്ന അവകാശങ്ങൾ മുഴുവൻ നിലനിർത്തുവാനും ആ സേവന വേതന ഘടനകൾ ഇന്ന് നമുക്ക് ലഭ്യമാക്കുവാനുള്ള അവസരമുണ്ടായത് നമ്മുടെ മുൻഗാമികൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളാണ്. ഈ നാളെയും ഈ സർവീസ് ഉണ്ടാകണം, നാളെയും ഈ സേവന മേഖല ഈ കേരളത്തിൽ നിലനിൽക്കണം. അതിനു വേണ്ടിയുള്ള പ്രക്ഷോഭമാണ് 5 ആണ്ട് കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത്. കേരളത്തിന്റെ സിവിൽ സർവീസിൽ 973 ആരംഭിച്ചെങ്കിൽ അത് ഇല്ലാതാക്കുവാൻ എന്നൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ ആ ശ്രമിച്ച കാലങ്ങളിലെല്ലാം ഈ മേളിലിരിക്കുന്ന അസോസിയേഷന്റെ യജമാനന്മാർ ഈ കേരളം ഭരിച്ച കാലത്ത് മാത്രമാണ്. അന്ന് 82-ൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ K കരുണാകരൻ, അന്ന് ധനമന്ത്രി ഈ പുതുപ്പള്ളിക്കാരൻ ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2002-ൽ അന്ന് UDF ഭരിക്കുമ്പോൾ UDFന്റെ കൺവീനർ എന്ന് പറയുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി. എന്നാൽ വീണ്ടും ഈ 2014-ൽ ജീവനക്കാർക്ക് അവരുടെ ശമ്പള ഘടനയിൽ കാലോചിതമായ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം കള്ളന്മാരുടെ കൊള്ളക്കാരുടെ അധ്യാപകരും ജീവനക്കാരും തൊടുപുഴയിൽ നടത്തിയ പണിമുടക്കിൽ സംഘർഷം. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പണിമുടക്കിയ സംഘടനകളും NGO അസോസിയേഷനും തമ്മിലാണ് സംഘർഷമുണ്ടായത്. പണിമുടക്കിയ ജീവനക്കാർ സിവിൽ സ്റ്റേഷന്റെ ഇരുവഴികളും തടഞ്ഞ് മറ്റ് ജീവനക്കാരെ അകത്തേക്ക് കടത്തിവിടാൻ വിസമ്മതിച്ചു. ഇത് ചോദ്യം ചെയ്ത അസോസിയേഷൻ നേതാക്കളും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി.
സിവിൽ സ്റ്റേഷനിലുള്ള കുടുംബ കോടതിക്ക് മുന്നിലാണ് നേതാക്കൾ തമ്മിൽ വാക്കേറ്റമുണ്ടായത്. ഇരുവിഭാഗവും തമ്മിൽ ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം മുഴക്കിയതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി. അടിസ്ഥാന ശമ്പളത്തിന്റെ 20% ഇടക്കാല ആശ്വാസം അനുവദിക്കുക, തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഇതിനിടെ യോഗത്തിൽ സംസാരിച്ച ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി എ സുരേഷ് കുമാർ സമീപത്ത് നിന്ന് NGO അസോസിയേഷൻ നേതാവായ രാജേഷ് ബേബിയുടെ പിന്തുണ സമരത്തിനുണ്ടെന്ന് പറഞ്ഞപ്പോൾ രാജേഷ് ബേബിക്കും സമരക്കാരുടെ വക അഭിവാദ്യം. BBC ന്യൂസ് തൊടുപുഴ. ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് വിവിധ ആവശ്യങ്ങൾക്കായി സിവിൽ സ്റ്റേഷനിലെത്തിയവർ വലഞ്ഞു. താലൂക്ക് സപ്ലൈ ഓഫീസ് അടക്കമുള്ളവ അടഞ്ഞുകിടന്നത് ആളുകളെ ബുദ്ധിമുട്ടിലാക്കി. സമരാനുകൂലികൾ സിവിൽ സ്റ്റേഷനിലേക്കുള്ള ഇരുവഴികളും തടഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ജീവനക്കാർക്കൊപ്പം പൊതുജനങ്ങൾക്കും സിവിൽ സ്റ്റേഷന് അകത്ത് പ്രവേശിക്കാനായില്ല. സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കിനോടനുബന്ധിച്ച് ഫെറ്റോയുടെ നേതൃത്വത്തിൽ BJP അനുകൂല സംഘടനകൾ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തി. ഫെറ്റോ ജില്ലാ സെക്രട്ടറി VK ബൈജു, NGO സംഘ് ജില്ലാ പ്രസിഡന്റ് MN ശശിധരൻ, NGO സംഘ് ജില്ലാ സെക്രട്ടറി പ്രേം കിഷോർ, NGO സംഘ് സംസ്ഥാന സമിതി അംഗം VR ജിത്തു, AR രഘു തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ 94 ഭാഗത്ത് പുഴയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതിനാൽ ജീവന് ഭീഷണിയെന്ന് ജനങ്ങൾ. അമ്പലപ്പടി തേന്മാരി റോഡിൽ 94 ഭാഗത്ത് പുഴയോരത്ത് താമസിക്കുന്നവർക്കാണ് മഴക്കാലം പേടി സ്വപ്നമാകുന്നത്. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാൽ കൂലം കുത്തി ഒഴുകി വരുന്ന മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ജനങ്ങളുടെ ജീവനെങ്കിലും രക്ഷിക്കാനാകുമെന്ന് അശരണരായ ഇവർ പറയുന്നു. ഞങ്ങൾക്ക് വഴിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു അസുഖം വന്നാലും എടുത്തുകൊണ്ട് ഇതിലൂടെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പ്രായമായ ആൾക്കാർക്കാണെങ്കിലും അസുഖം വന്നാൽ ഞങ്ങൾക്ക് ഇതിനോട് കൊണ്ടുപോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വഴിയും എളുപ്പമാക്കി തരണം, പക്ഷേ ഇവിടെ കെട്ടിയും തരണം, അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. ഇത് ഇപ്പം നിലവിൽ ഈ പാലം ഒരു ചെറിയൊരു കൈപ്പാലം മാത്രമേ ഉള്ളൂ നിലവിൽ. ഇപ്പോൾ ഇവിടെ ഹെൽത്ത് സെൻ്റർ ഇളന്തേശം ഹെൽത്ത് സെൻ്ററായിട്ടുള്ള അങ്ങോട്ട് കടന്നു പോകണമെങ്കിൽ തന്നെയും ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ദുരിതം എന്ന് പറഞ്ഞൊരു മേഖലയാണ് ഇവിടെ. 28 കുടുംബക്കാർ ഇപ്പോൾ നിലവിൽ ഈ ആറ്റിൻ്റെ പുറമ്പോക്കിൽ താമസിക്കുന്നുണ്ട്. വടക്കനാറിന്റെ തീരപ്രദേശത്ത് താമസമാക്കിയ 29 കുടുംബങ്ങളാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി റോഡിനും ജീവൻ സംരക്ഷിക്കുന്നതിനായി പുഴയോരത്ത് സംരക്ഷണ ഭിത്തിക്കുമായി അധികാരികളോടും പൊതുസമൂഹത്തിനോടും കേഴുന്നത്. വീടിന്റെ ഒരു ഭാഗം പുഴയും മറുവശം വൻകിട മുതലാളിമാരുടെ റബ്ബർ എസ്റ്റേറ്റിന്റെ കമ്പി മുള്ളുവേലിയുമായതിനാൽ കഴിഞ്ഞ മഴക്കാലത്ത് ഉരുൾപൊട്ടി രാത്രിയിൽ അപ്രതീക്ഷിതമായി മലവെള്ളം ഒഴുകിയെത്തിയപ്പോൾ ഓടി രക്ഷപ്പെടുവാൻ പോലുമാകാതെ പിഞ്ചുകുട്ടികളും വൃദ്ധരായവരും കനത്ത കൂരിരുട്ടിൽ ഭയന്ന് വിറങ്ങലിച്ചു നിന്നുപോയത്രേ. പുഴയോരത്തെ പണക്കാരുടെ വൻകിട എസ്റ്റേറ്റുകളും പുരയിടങ്ങളും തേടിപ്പിടിച്ച് സംരക്ഷണ ഭിത്തി കെട്ടുവാൻ മത്സരിക്കുന്ന തദ്ദേശ ജനപ്രതിനിധികളാവട്ടെ 94 ഭാഗത്തെ കൂലിപ്പണിക്കാരായ പാവപ്പെട്ട ഇവരോട് പുലർത്തുന്ന അനീതിക്കെതിരെ ജനരോഷം പുകയുകയാണ്. പഞ്ചായത്ത് ഭരണസമിതി അംഗത്തെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിനും ഇവർ മടികാട്ടിയില്ല. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റുമാണത്രേ ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നാണ് ഇവർ ഐകകണ്ഠേന പറയുന്നത്. ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റും നേരത്തെ മുൻ പ്രസിഡന്റും നിരപ്പേ വർഗച്ചൻ എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ പിന്നെ സ്ഥലം അല്ല വഴി വേണമെങ്കിൽ നിങ്ങൾ പ്രസിഡന്റിന് ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. ഒരു വർഷത്തോളമായി ഇപ്പം അപേക്ഷ കൊടുത്തിട്ട് പ്രസിഡന്റ് ഞങ്ങളെ ഈ വീട്ടുകാരെ എല്ലാം ഒരു 2-3 ദിവസം പിന്നെ മണിക്കൂർ ഒരു ദിവസം 3 ദിവസം അവർ ഞങ്ങൾ വരുമെന്നും പറഞ്ഞ് ഞങ്ങളോട്ട് കളിപ്പിച്ചപ്പോഴായിരുന്നു. ഇതിന് മുഴുവൻ കാരണം മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റുമായ വർഗച്ചനാണ്, നിരപ്പേ വർഗച്ചനാണ് ഇത് വരുന്ന പ്രശ്നങ്ങൾ മുഴുവൻ തടസ്സപ്പെടുന്നുണ്ട്.
ഞങ്ങൾക്ക് ഇതിലെ വഴിയില്ല. ആദ്യം മുതലുള്ള കാരണം ഇതുള്ളൂ. ഞങ്ങൾക്ക് ഒരു വഴിയാണ് ഇല്ല. ഞങ്ങൾ ഈ കുടുംബങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഞങ്ങൾക്കൊരു വഴിയില്ല. അതേ മട്ട് തന്നെ ഞങ്ങൾക്ക് ഇതെല്ലാം ഈ തോട് വന്ന കാരണം ഇതെല്ലാം ഞങ്ങൾക്ക് ഈ പെരയെല്ലാം ആകെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് എല്ലാം പോവുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്ന് കെട്ടിത്തന്നാൽ നല്ലതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മുതലാളിമാരുടെ ഈ പറമ്പെല്ലാം കെട്ടിക്കൊടുക്കുന്നുണ്ട്. പാവങ്ങൾക്കൊന്നുമില്ല. മുതലാളിമാരുടെ ഭാഗത്തേക്കാണ് എല്ലാ ഇവിടെയുള്ള മുഖ്യ ആൾക്കാരും ആ ചാവിലാതെ അവർക്ക് കെട്ടിക്കൊടുക്കുന്നത്. പാവങ്ങൾക്കൊന്നുമില്ല. മുതലാളിമാർക്ക് മാത്രമേ ഉള്ളൂ. വെള്ളം കയറിയാൽ തന്നെ ഇവിടെ ഇത്രയും വെള്ളം തന്നെ ഇവിടെ കയറാറുള്ളതാണ്. ഇപ്പോൾ ഇന്നാൾ വെള്ളപ്പൊക്കത്തിന് പരിക്കാത്തെല്ലാം വെള്ളമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുഞ്ഞി ഇവരൊക്കെ അവിടെ മാട്ടയുടെ പൊക്കത്ത് കയറിയതിന് ഭയങ്കര കരച്ചിലായിരുന്നു. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അങ്ങോട്ട് ഒരു വഴിയില്ല. അവിടെ നിന്ന് വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചുറ്റും പറയും വെള്ളത്തിലായിരുന്നു. മുൻ MLA-യും MP-യുമായിരുന്ന PT തോമസ് വർഷങ്ങൾക്ക് മുമ്പ് നടപ്പാലത്തിനായി അനുവദിച്ച ഫണ്ട് പോലും മുടന്തൻ ന്യായങ്ങൾ ഉന്നയിച്ച് വിനിയോഗിച്ചില്ലത്രേ. പുഴയുടെ മറുകരയിൽ ഇളന്തേശത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് നടന്നെത്താൻ പുഴയ്ക്ക് നടപ്പാലമില്ലാത്തതിനാൽ കഴിയാറില്ല. പന്നൂർ ശ്രീവരാഹസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് കമ്പിപ്പാലം ചന്ദ്രപ്പള്ളി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് താലപ്പൊലി രഥഘോഷയാത്ര നടന്നു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത താലപ്പൊലി ഘോഷയാത്രയ്ക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തിയാദരപൂർവ്വം സ്വീകരണങ്ങൾ നൽകി. കരിമണ്ണൂർ NSS കരയോഗം പ്രസിഡന്റ് N പത്മനാഭക്കുറുപ്പ്, വൈസ് പ്രസിഡന്റ് MP രാമകൃഷ്ണൻ, സെക്രട്ടറി PR മുരളീധരൻ നായർ, ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനർ MP വിജയനാഥൻ, AN ദിലീപ് കുമാർ, മഹിളാ സമാജം സെക്രട്ടറി ഉഷ രാമകൃഷ്ണൻ, പ്രസിഡന്റ് ജലജ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു.